പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമുക്ക് ചുറ്റിലും ഓരോ ദിവസവും പോസിറ്റീവായിട്ട് തുടങ്ങാൻ കുറേ കാരണങ്ങൾ ഉണ്ടായിരിക്കും. അത് നമ്മളൊന്ന് നോക്കി കണ്ടെത്തിയാൽ മതി. അത്തരത്തിൽ ഞങ്ങളുടെ ഒരു ദിവസത്തിന്റെ തുടക്കമാണെന്ന്. ഇന്ന് രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതൊരു മുല്ലവള്ളി മുളകാണ് കേട്ടോ. ഇതിന്റെ പേരതൊന്നല്ല, ഞങ്ങളിട്ട പേരാണ്. കാരണം ഞങ്ങളിത് കൊണ്ടുവന്ന വീട്ടിൽ ചെറിയൊരു തയ്യായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഇതിങ്ങനെ വള്ളിയായി പോയിട്ട് അതിലിങ്ങനെ മുല്ലപ്പൂ പോലെ വെള്ള കളറിലെ മുളകങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു വാഴ കണ്ടോ, ഈ ഒരു വാഴ കുഴിച്ചിട്ടിട്ട് ഒരു വർഷത്തിന്റെ അടുത്തായിട്ടുണ്ട്. ഓരോ ദിവസവും ഞങ്ങൾ അത് നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു വാഴയാണ് കേട്ടോ. ഇപ്പം അതിൽ അവസാനം ക്ഷമ കെട്ടിട്ടാൻ തോന്നുന്നുണ്ട്, മൂപ്പര് കൊലച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു മാവ് ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് ഏകദേശം ഒരു 7 വർഷത്തിന്റെ അടുത്തായി. ഇപ്പൊ ഇതിലും പൂവിട്ടിട്ട് ഉണ്ണിമാങ്ങകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ മൂവാണ്ടൻ മാവാണ്. സാധാരണ ഈ മാവ് ഒരു കൊല്ലം ഇടവിട്ടാണ് കായ്ക്കാറുള്ളത്. കഴിഞ്ഞ കൊല്ലം ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ഇതില് മാങ്ങ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇപ്പോൾ ഇതില് നിറയെ പൂവുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണ്ണിമാങ്ങകളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഒരു കർമൂസ ഞങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടായതല്ല കേട്ടോ. ഇത് ഇവിടെ തന്നെ മുളച്ചുണ്ടായതാണ്. അത് ഉണ്ടാവോ ഇല്ലേ എന്നുള്ളൊരു പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം വലിയൊരു കരുത്തോട് കൂടിയിട്ടൊന്നും അല്ല അതുണ്ടായിരുന്നത്. ഇപ്പം അത് വലുതായിട്ട് അതിൽ കായ്കളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പോഴായാലും ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു ചെടികളിൽ ഏതിലെങ്കിലും പൂവുണ്ടായിരിക്കും. വിരിയാനായിട്ട് ആമ്പലിങ്ങനെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുക്കളയിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മുളകില്ലാണ്ടിരിക്കുമ്പോൾ ഓടി വന്ന് പറിക്കുന്ന ഞങ്ങളുടെ മുളക് തൈയാണ്. അങ്ങനെ നോക്കുമ്പോൾ കൃഷിയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ദിവസം പോസിറ്റീവായി തുടങ്ങാൻ ഇതിലും കൂടുതൽ കാര്യങ്ങൾ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല.